ഞാൻ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററാണ്. 60 വർഷമായി പ്രൊഫഷണൽ നാടകരംഗത്ത് നാടകം എഴുതി എൻ്റെ ട്രൂപ്പായ കൊല്ലം അശ്വതി ഭാവന അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അക്കരെ പെയ്ത മഴ. അതിനോടൊപ്പമാണ് നമ്മുടെ ബഹുമാന്യനായ പ്രസാദ് പറഞ്ഞതുപോലെ കൊറോണ കാലത്ത് നാടകകലാകാരന്മാരെ രക്ഷിക്കാനായി, അവർക്ക് ഉന്മേഷം കൊടുക്കാനായി ഒരു സിനിമ ഞങ്ങൾ നിർമ്മിച്ചു. OTT ഉണ്ട്, യൂട്യൂബിൽ ഇപ്പോൾ കിടപ്പുണ്ട്. നല്ല അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ടായി, നാടകരംഗത്ത് വിട്ട് ഒരു സിനിമ ഇവിടെ ചെയ്താലെന്തെന്ന്. അതിൻ്റെ ബഡ്ജറ്റ് അദ്ദേഹത്തിന് എനിക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. കാരണം ഞാനും എൻ്റെ വൈഫും സർക്കാർ ജീവനക്കാരായിരുന്നു. പെൻഷൻ മാത്രമേ ഞങ്ങളുടെ വരവുള്ളൂ. ആ വരവിൽ ഒരാളുടെ പെൻഷൻ നാടകശാല എന്ന് പറയുന്ന ഒരു ചാരിറ്റി സൊസൈറ്റി 6 വർഷമായി നടത്തിക്കൊണ്ടുവരുന്നു. അതൊരു മാഗസിൻ പ്രകാശിപ്പിക്കുന്നു. 50 പേർക്ക് പ്രതിമാസം ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു കലാകാരന്മാർക്ക്. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നാടകശാല എന്ന് പറയുന്ന ആ കാരുണ്യ പ്രസ്ഥാനം നിർമ്മിച്ച ഒരു ചിത്രമാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്. അത് ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ 100 കോടിയും 500 കോടിയും ഒന്നും ചെലവഴിച്ച് നമ്മളെപ്പോലുള്ള ഒരു കൊച്ചു നിർമ്മാതാവിന് ഒരു സിനിമ നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഒക്കുന്ന കാര്യം വെച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആളുകളെ കൊണ്ടുവന്ന് അതിനെ അഭിനയിപ്പിച്ച് അത് രംഗത്ത് എത്താറായിരിക്കുകയാണ്. അജാസും ഡോക്ടർ സാന്ദ്രയും സുരേഷും അരിസോ സുരേഷും ഒക്കെ ഇതിനകത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്തുകൊണ്ട് ഒരു നിശാസാരംഗം. ഈ പാട്ടുകളാണ് ഞാൻ നോക്കിയപ്പോൾ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്സ്. ഒരു വലിയ സിനിമ കാണുന്ന പ്രതീതി ഇതിൻ്റെ പാട്ട് രംഗത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ, അത് ഷൂട്ട് ചെയ്തെടുക്കുവാൻ പ്രിയപ്പെട്ട സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഇത് വേണമോ കണ്ടുകൊണ്ടിരിക്കാൻ 2 മണിക്കൂർ 10 മിനിറ്റുള്ള ഈ സിനിമയ്ക്കകത്ത് ചേർക്കാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇതൊരു വലിയ മഹാസംഭവമായ സിനിമയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഞാൻ അധ്യാപകനായും നേരത്തെ മുതൽ തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ലഘുനാടകങ്ങളും ഒറ്റയാൾ നാടകങ്ങളും തെരുവ് നാടകങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ആ സന്ദേശത്തിൽ ഞങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഞങ്ങൾ പശ്ചാത്തലമാക്കിയത് ഒരു ഏതാനും കുടുംബങ്ങളെയാണ്, കുടുംബ കഥകളെയാണ്. എങ്ങനെ കുടുംബങ്ങൾ താറുമാറാകുന്നു, എങ്ങനെ യുവജനങ്ങളിൽ വഴിതെറ്റിപ്പോകുന്നു, എങ്ങനെ അവരൊക്കെ നമുക്ക് നേരിട്ട് കൊണ്ടുവരാം, അതിനുള്ള റെമഡി എന്താണ്, അതാണ് ഞങ്ങൾ സമൂഹത്തിന് ഇട്ട് കൊടുക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഒരുവിധം മനസ്സുഖത്തോട് തന്നെ ഈ സിനിമ ആദ്യാവസാനം കാണുവാൻ കഴിയും എന്ന് ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന എനിക്ക് പറയാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഈ ഈ കൊച്ചു സിനിമയെ പ്രൊമോട്ട് ചെയ്യുക. സാധാരണ പോലുള്ള ഒരു സിനിമയല്ലിത്, സമൂഹത്തിന് വേണ്ടി എടുത്ത ഒരു സിനിമയാണ്. എല്ലാവരും ഇതാണ് പറയുന്നത്, സിനിമാക്കാരില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു വാക്ക് വിശ്വസിക്കുക. ഈ സംവിധായകൻ്റെ ആ നല്ല സംവിധാനത്തെ നിങ്ങൾ അംഗീകരിക്കുക. ഇതിനകത്തെ കലാകാരന്മാരെ അംഗീകരിച്ചുകൊണ്ട് ഈ സിനിമ കാണണം. അതിനകത്ത് ഒരു കാരണം നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാം. അദ്ദേഹം വീൽ ചെയറിലാണ്, 2 കാലുമില്ല. ആ മനുഷ്യൻ ഈ സിനിമയിലെ ഒരു വില്ലനാണ്, കാലില്ലാത്ത വില്ലൻ. അപ്പോൾ ആ വില്ലനെ അവതരിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം സൃഷ്ടിച്ചു. അതാണ് എൻ്റെ അബ്ബാ മോഹൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ, കാരുണ്യ പ്രവർത്തകൻ. എല്ലാവർക്കും നമസ്കാരം. ഡയറക്ടറും നിർമ്മാതാവും പറഞ്ഞതുപോലെ സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണ് എന്നാണ് ഇരുവരും ഇത് പറഞ്ഞതെങ്കിലും സമൂഹത്തിന് ഇന്ന് അത്യാവശ്യമായ ഒരു കഥ അല്ലെങ്കിൽ ഒരു സന്ദേശം
താഴെ പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് നൽകുന്നു. അമ്മയും മകനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. ഒരു കുട്ടി അവൻ നല്ലവനും ചീത്തയും ആവുന്നത് മാതാപിതാക്കളുടെ ഇടപെടലിലൂടെയാണ്. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. അമ്മയെ മക്കൾ കൊല്ലുന്നു, മക്കളെ അമ്മ കൊല്ലുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സ്ത്രീയെ കോടതി ശിക്ഷിച്ചു. ആ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന്, ചുവരിൽ എറിഞ്ഞു കൊന്ന ഒരു സ്ത്രീ. അതുപോലെ തന്നെ വെഞ്ഞാറമൂടിനടുത്ത് അമ്മയെയും സഹോദരനെയും ഒക്കെ കൊന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവം കഥയും നമ്മൾ കേട്ടു. ഇത്തരം സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ക്രൈം സ്റ്റോറിയോ അല്ല കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്. ഈ കഥയിൽ, ഈ സിനിമയിലൂടെ സംവിധായകൻ സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. എന്തായിരുന്നാലും അജാസ് എന്ന ഒരു നായകനെ കൂടി, കുഞ്ഞു നായകനെ കൂടി നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടുകയാണ്. ദോശക്കല്ല് ചാക്കോ എന്നതാണ് എൻ്റെ ക്യാരക്ടർ. അതിൽ ഈ ദോശക്കല്ല് ചാക്കോ പാടുന്ന ഒരു പാട്ടുണ്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ എഴുതിയ ഒരു പാട്ടാണ്. അജയ് ഓച്ചിറയാണ് എൻ്റെ സംഗീതം. ആ പാട്ടിൽ പറയുന്നത്, കോലമാകെ മാറി മാറി ലോകം ഇന്നാകെ, നേരറിയാതെ നേരുമില്ലാതെ, ചെണ്ടമേളം എന്ന പോലെ ചങ്കിടിപ്പാണേ, സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ. അതെ, നമ്മുടെ നെഞ്ചിൽ ഒരുപാട് തറയ്ക്കുന്ന ഒരു കഥ, ഒരു സിനിമ. വളരെ ആർദ്രമായ ഒരു കുടുംബകഥ കാലം പറഞ്ഞ കഥയിലുണ്ട്. അത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്തായിരുന്നാലും സിനിമാ പ്രേമികൾക്ക്, പ്രേക്ഷകർക്ക്, മലയാള സിനിമയ്ക്ക് വളരെ നല്ലൊരു മുതൽക്കൂട്ടായ ഒരു സിനിമ തന്നെയാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ സിനിമ വിജയിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും ഞങ്ങൾക്ക് ഉള്ള സഹകരണം നൽകണം. എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കുക. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അജാസ്. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം. പണ്ട് പുലിമുരുകനിലെ ലാലേട്ടൻ്റെ ചെറുപ്പാലം ചെയ്ത ഞാനാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി പ്രസാദ് സാറ് വിളിക്കുമ്പോൾ ഒരുപാട് എന്നെ തന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരിക്കും എന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. സിനിമയിൽ നായകൻ എന്ന് ഞാൻ പറയില്ല. ഈ സിനിമയിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഇതിൻ്റെ സ്റ്റോറി പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു ട്രോമ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ സ്റ്റോറിയിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതും നമ്മൾ ഈ അടുത്ത് കണ്ട ചില റിയൽ ലൈഫ് ഇൻസിഡൻറ്റും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. പിന്നെ അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഫെബ്രുവരി 6 അത്രേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സാൻഡ്ര. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. കുറച്ച് സീരിയൽസ്, ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഗ്യാപ്പിന് ശേഷം റീ എൻട്രി ആയിട്ട് വന്ന ഫിലിമാണിത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുന്നൊരു ഫിലിമാണ്. കാരണം ആ മെസ്സേജ് കൊടുക്കുന്നത് തന്നെ എൻ്റർടൈൻമെൻറ്റും എല്ലാ രീതിയിലും ഫാമിലി ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ മെസ്സേജ് കൺവേ ചെയ്തിരിക്കുന്നത്. അതിൽ മാക്സിമം എനിക്ക് പറ്റുന്ന എഫേർട്ട് ഇട്ട് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാഗം. അതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഫിലിം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫെബ്രുവരി 6 റിലീസ്. നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സാറിനോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ വളരെ സീരിയസ് ആയൊരു കഥ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഇതിനകത്ത് കോമഡി താരമായ എന്നെ ഇങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളതൊരു അതിശയം എനിക്കുണ്ടായി. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്ന എല്ലാം സീരിയസ് സംഭവങ്ങളാണ്.
പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ സീരിയസ് ചെയ്താലും അതൊരു കോമഡി ആയിട്ടേ ജനങ്ങൾ എടുക്കത്തുള്ളൂ. ആ ഒരു കോമഡി ആണോ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ വളരെ ശ്രദ്ധേയനായ അജാസൻ നായകനാകുന്ന ഈ ചിത്രം നിങ്ങളേവരും ആ ചിത്രം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ചിത്രത്തെയും സ്വീകരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. നല്ല പാട്ടുകളും കഥകളും സംഘടനകളുമായി ഒരു സിനിമയുടെ എല്ലാ ചേരുവകളും ചേർന്ന നല്ലൊരു ചിത്രം തന്നെയായിരിക്കും ഇത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദി, നമസ്കാരം. സംവിധായകനോടാണ്. ഇപ്പൊ ഈ ചിത്രം 6-ാം തീയതി റിലീസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സെൻസറിങ് നടപടികളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞതാണ്. കംപ്ലീറ്റ് കഴിഞ്ഞില്ല, അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. ഈ പ്രോസസ്സിംഗിൽ എത്തിയപ്പോൾ കാരണം ഇപ്പോൾ ഈ ഇത്തരത്തിൽ സമൂഹത്തിൽ നടന്ന കേസുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 6 പേരെ കൊന്നതും ഡ്രഗ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ. അപ്പൊ അങ്ങനെ സെൻസറിങ് ചെന്നപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം റിയലി ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും അതിന്റെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇല്ല, അങ്ങനെ വരാൻ സാധ്യത. നമ്മുടെ ആ ലൂപ്പ് പോയിന്റ് എല്ലാം അടച്ചിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ റിലീജിയനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമോ കഥാപാത്രങ്ങളോ എല്ലാം വ്യത്യസ്തമാണ്. അതേപോലെ ഒരു സംഭവം എന്നേ ഉള്ളൂ. ഡ്രഗ്സിനെതിരായിട്ടാണോ പടം സംസാരിക്കുന്നതാണ്? അല്ല, ഡ്രഗ്സിനെതിരെ നമ്മള് അങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രഗ്സിനെതിരെ ഉള്ളതല്ല. നായകൻ ഒരിടത്ത് പോലും അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ ആ ഒരു കൊലപാതകം നടക്കുന്ന ഒരു ഏരിയ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ നമ്മള് സിനിമയിൽ എവിടെയും അതിനെ കുറിച്ച് പരാമർശിക്കുന്നുമില്ല. പക്ഷെ ഈ അനിയനെയൊക്കെ പുള്ളി ഇടയ്ക്ക് ഉപദേശിക്കാറുണ്ട്. നീ എന്നെ പോലെ ആകരുത് എന്ന് ഉപദേശിക്കാറുണ്ട്. ആ അനിയനെ വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. ഈ ടൈറ്റിലേക്ക് എന്താ ചേഞ്ച് വരാൻ കാരണം? കാലം പറഞ്ഞ കഥയിലേക്ക് വരാനായിട്ടൊരു നമ്മള് ആദ്യം ഈ ഒരു സിറ്റി മെട്രോ എന്നൊക്കെ ആയിരുന്നു ഇതിന്റെ പേര് ഇട്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേര് പഴയ ബാബു ആന്റണി അങ്ങനെയുള്ള സിനിമകൾ ഓർമ്മപ്പെടുത്തുന്നുള്ള രീതിയിലാണ് ഒരു അടിപൊളി അങ്ങനെ അടിപിടി സിനിമ അങ്ങനെ ഒരു പേര് വേണ്ട എന്ന് വന്നിട്ട് പിന്നെ സിറ്റി ട്രാഫിക്കിലേക്ക് വരികയും പിന്നെ അതിന്റെ സബ് ടൈറ്റിലായ കാലം പറഞ്ഞ കഥ നമ്മളത് മെയിൻ ടൈറ്റിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. പാവമായിട്ട് ഒരു അമ്മയൊക്കെ ആയിട്ടാണ് അഭിനയിച്ചത്. വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ട ബിഗ് ബോസ് മൈ ബോസ് ആണ്. ഇത് വ്യത്യസ്തമായിട്ട് വന്നത്. ഇതിൽ കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചുകൂടി മകന് പാവമായിട്ടുള്ളതല്ല, മകനെ സപ്പോർട്ട് ചെയ്ത് തെറ്റിലേക്ക് പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. അപ്പൊ ഇതേപോലത്തെ ഉള്ള വ്യത്യസ്തമായ ക്യാരക്ടറുകൾ തന്നെയാണോ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ മകനെ തെറ്റിലേക്ക് പോകുന്നതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. മകനെ തെറ്റിലേക്ക് പോകാതെ നല്ല രീതിയിൽ വളർത്തുന്ന ഒരു അമ്മ തന്നെയാണ്. മകനെ തെറ്റിലേക്ക് പറഞ്ഞു വിടുകയല്ല, മകൻ ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ചെയ്യുന്ന സാഹചര്യങ്ങൾ കൊണ്ട് മകൻ അങ്ങനെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. മകനെ തെറ്റിലേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സാഹചര്യങ്ങളാണ് ഇവിടെ ഈ കുടുംബത്തിന് വേറൊരു തീരുമാനം എടുക്കേണ്ടി വരികയാണ് ചില സാഹചര്യങ്ങൾ മൂലം. അത് അമ്മ എന്നല്ല, ആരാണെങ്കിലും ചിലപ്പോൾ സിറ്റുവേഷൻ നമുക്ക് എല്ലാവരും ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്നു. അവര് സൂയിസൈഡ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്, സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഒരു സിറ്റുവേഷനിലൂടെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലാണ് പോണത് ഈ അമ്മയുടെ കഥാപാത്രം. നല്ലൊരു കുടുംബമാണ്, വളരെ സ്നേഹമുള്ള അമ്മയും മക്കളുമാണ്. ഈ അമ്മയും മക്കളുടെ സ്നേഹം തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പലരുടെയും കുടുംബങ്ങളിൽ പലതും സംഭവിച്ചു പോകുന്നത് നമ്മൾ വിചാരിക്കാറുണ്ട്. നമ്മളെയൊക്കെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായ കുടുംബങ്ങളിൽ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പോൾ ഞെട്ടലോടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാറുണ്ട്, അവർക്ക് അങ്ങനെ സംഭവിച്ചോ, അവരങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയാണ് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു സ്റ്റോറിയാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മകനല്ലേ അല്ലെങ്കിൽ എൻ്റെ മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ക്ഷമിച്ചു വിടുന്നതിനോട് എന്താണ് അഭിപ്രായം? എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കും, കുറ്റം പറയും, ശാസിക്കും. ഒക്കെ സമൂഹത്തിൽ നമ്മളെ വീട്ടിൽ ഒക്കെ കാണുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ വഴക്ക് പറയും,
അതിൽ നിന്ന് തിരുത്തി കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും അവര് പ്രതീക്ഷിക്കാതൊരു തെറ്റ് ചെയ്താൽ, അതായത് ഇപ്പൊ അവർക്ക് അപകടം പറ്റുന്ന രീതിയിലൊരു തെറ്റ് പറ്റിയാൽ ഏതൊരു അമ്മയും മകനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. കാരണം ലോകത്തെ എല്ലാ അമ്മമാർക്കും അവർ മക്കൾ തന്നെയാണ് വലുത്. അല്ല, അത് തിരുത്തണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, തിരുത്താൻ ശ്രമിക്കും, നമ്മളെല്ലാം ചെയ്യാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്തിട്ടും അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന്റെ ജീവന് പോലും ഭീഷണിയാവുന്ന വിധത്തിലൊരു സംഭവം വന്നാൽ അവരെ മകന്റെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ. ഇല്ലേ? അങ്ങനെയല്ലേ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പറയുന്നുണ്ട് തലമുറയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ക്രിമിനൽ ആവുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ വാസന വരുന്നു. ഇത് അങ്ങനെ ഒരു കഥയല്ല. അല്ല, ഞാൻ കഥയുടെ പറഞ്ഞു, അല്ലാതെ മൊത്തത്തിൽ നമ്മൾ വാർത്തകൾ അല്ല, അങ്ങനെ ഇപ്പൊ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ എല്ലാ അമ്മമാരും മക്കൾക്ക് സൈഡ് നിൽക്കുവോ? ഒരിക്കലും നിൽക്കില്ല. അവരതിലേക്ക് പോവാതിരിക്കാനല്ലേ നോക്കുള്ളൂ. ഇവിടെ അങ്ങനെ നമ്മളെ കഥ അങ്ങനത്തെ ഒരു കഥയല്ല. ഈ കഥാപാത്രം തെറ്റിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ മയക്കുമരുന്നിന് അങ്ങനെ അടിമയായിട്ട് പോകുന്ന ഒരു കഥാപാത്രമല്ല. അല്ല, എന്തായാലും ഒരു കൊലപാതകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്, അല്ലേ? അതെ, കൊലപാതക ഈ അമ്മയ്ക്കും മകനൊരു കൊലപാതകയല്ല. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അമ്മയ്ക്കും മകനൊരു കൊലപാതകയേ അല്ല. അതിന്റെ കാരണമാണ് അതിന്റെ കാരണം പറഞ്ഞപ്പോൾ ഞാനിവിടെ കഥ പറഞ്ഞു. അതിന്റെ കാരണമാണ് സിനിമ. അതിന്റെ കാരണമാണ് സിനിമ. അല്ല, ഡ്രഗ്സിനെതിരെ എന്ന് പറയാൻ പറ്റില്ല. അല്ലെ, ഡ്രഗ്സില് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനുകൂലം എന്ന് പറയുമോ ആരെങ്കിലും? നമ്മളിത് സിനിമ എന്ന് പറഞ്ഞ ഒരു കഥയാണ്. ഇപ്പൊ ഒന്നിനും എതിരെ എന്നുള്ളതല്ല, ഒരു കഥയാണ്. ഈ കഥയിൽ ഡ്രഗ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മള് കൊലപാതകം വരുന്നുണ്ട്, സ്റ്റണ്ട് വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്, തമാശ വരുന്നുണ്ട്, ലവ് സോങ് വരുന്നുണ്ട്, പ്രണയം ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഒരു കഥയിലെല്ലാം ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാം കാണുന്നത് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുലിമുരുകന് ശേഷം വലിയ രീതിയിൽ പിന്നെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ബോധപൂർവമുള്ള ബ്രേക്ക് എടുക്കലായിരുന്നു. പുലിമുരുകന് ശേഷം കമ്മാര സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് തുണ്ടാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഫിലിം കമ്മിറ്റ് ചെയ്യാൻ പറ്റണ്ടാവുന്നത്. ബ്രേക്ക് കിട്ടുമ്പോ ചെയ്യാറുണ്ടായിരുന്നു. ഇതിലേക്കൊരു നായകന്റെ പരിവേഷത്തിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കങ്ങനെ നായകന്റെ പരിവേഷം എന്നൊന്നും എടുത്തു പറയാം. ഞാനൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, അങ്ങനെ കാണുന്നുള്ളൂ. അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഒരു നായകനായിട്ട് സമൂഹത്തിന് കാണിക്കാൻ പറ്റാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് ഈ ഒരു ക്യാരക്ടർ നായകനല്ല, വില്ലനായിരിക്കാം ചിലപ്പോ. അതുകൊണ്ടാണ് നായകനാണെന്ന്. അല്ല, എനിക്ക് അല്ലാണ്ട് നായകനായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഒരു സിനിമ ഞാനായിരിക്കും അതിലെ മെയിൻ ലീഡ് ചെയ്യുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും കഥ പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ നായകൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് പക്ഷെ എനിക്ക് ഈ ക്യാരക്ടർ ഒരു നായകനായിട്ട് എനിക്കും തോന്നുന്നില്ല. നായകൻ കൊലയാളിയാകേണ്ടി വരുന്ന ഒരു ഇപ്പൊ നമ്മള് കൊറേ സിനിമകളിൽ നമ്മള് വളരെ സൂപ്പർ സ്റ്റാർസ് പോലും ഇപ്പൊ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തില്ലേ? നായകനല്ലേ? ആണ്. അപ്പൊ നായകൻ തന്നെയാണ്, അല്ലാന്ന് പറയണ്ട, നായകൻ തന്നെയാണ്. നമ്മുടെ മനസ്സിലാണ്. ഇപ്പൊ പറഞ്ഞത് കളങ്കാവലിനെ കുറിച്ചായിരിക്കും. മമ്മൂട്ടി എന്നുള്ള ആള് നെഗറ്റീവ് ചെയ്യുമ്പോൾ അതാണ് ആ സിനിമയുടെ സ്പെഷ്യാലിറ്റി. അല്ലാതെ അതിൽ കഥയോ കാര്യങ്ങളോ ആയിരിക്കില്ല. മമ്മൂട്ടി എന്ത് നെഗറ്റീവ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോഴേ നമുക്ക് അത് കാണാൻ ഒരു കൗതുകമായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ നായകനല്ല എന്ന് പറയുന്നതിന്റെ കാര്യം ചിലപ്പോൾ സ്ക്രിപ്റ്റ് ആയിരിക്കാം, അതിന്റെ കഥകൾ മറ്റുള്ളവരെല്ലാവരും കൂടി ചേരുമ്പോഴായിരിക്കാം ഈ സിനിമയെ കൂടുതൽ ഇതാക്കുന്നത്. അതായിരിക്കാം, കഥയായിരിക്കാം. ചിലപ്പോൾ ഇതിൽ അമ്മ കഥാപാത്രമായിരിക്കും ചിലപ്പോൾ കൂടുതൽ സിനിമയിൽ ലീഡായിട്ട് നയിക്കുന്നത്. അതൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. അല്ല, അങ്ങനെ അല്ല. ഇതിപ്പോ നെഗറ്റീവ് ആയി വരണു എന്നുള്ളത് കൊണ്ട്, അവസാനം നെഗറ്റീവായി വരണു എന്നുള്ളത് കൊണ്ടാണ് നായകനല്ലാന്ന് പറഞ്ഞു പോണത്. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്യാരക്ടർ ഒരു നായകനല്ല. പിന്നെ ഞാൻ ഒരു നായകൻ എന്ന് ഞാൻ എന്നെ തന്നെ കണ്ടിട്ടല്ല ഈ സിനിമയിൽ ഞാൻ ചെയ്യാൻ നേരിട്ടത്. നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയായിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ ഓരോരുത്തരും നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിപ്പോ നമ്മളിപ്പോ ആരെയാണ് ഇതില് എന്താണ് കഥയായിരിക്കും ചിലപ്പോ മെസ്സേജ്, അതായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. ഇതൊരു സ്റ്റോറി ബേസ്ഡ് സിനിമയാണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂടെ കഥ പറയുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോ നായകനായിട്ട്. അതാണ് എല്ലാവരും പറഞ്ഞത് ഉദ്ദേശിച്ചത്. പരിശു ചേട്ടാ, എത്ര നാളെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അതോ ഇപ്പൊ സിനിമകളിൽ വന്നപ്പോ ഒരു പാട്ടായിട്ട് വന്നിരിക്കുകയാണ്? അല്ല, വേറെ സിനിമകളുണ്ട്. പാട്ട് ഇറങ്ങിയപ്പോ അടുത്ത പാട്ട് ഇറങ്ങി വേറെ ഇറങ്ങിയത്
ഇല്ലല്ലേ? ഇല്ല, വരാൻ പോവാ ആ, ഈ സിനിമയിൽ. എന്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ടുപേരും പാടിയല്ലോ നേരത്തെ. പാടിയിട്ടുണ്ടായിരുന്നു? അതന്ന് ആ പാട്ടിന്റെ വരി ശ്രദ്ധിച്ച ഈ സിനിമ അതിലുണ്ട്. വരിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത്. കോലമാകെ മാറി മാറി ലോകമിന്നാകെ നേരറിയാതെ നേരുമില്ലാതെ ചെണ്ടമേളമെന്ന പോലെ ചങ്കിടിപ്പാണേ സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ. അപ്പോ ഇത് ശരത്ചന്ദ്ര ബാലസാറിന്റെ പാട്ടാണ്. പാട്ടാണ്. ഈ വരികളിൽ തന്നെ ഏകദേശം സിനിമ കഥ ഇല്ലേ ഉണ്ട്. പിന്നെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എല്ലാ സീനിലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. എന്റെ സീൻസൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഡബിങ്ങിന് പോയപ്പോൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ജെനിസയുടെയും അജാസിന്റെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടികളുടെയൊക്കെ അഭിനയം വളരെ മികച്ച ഒരു അഭിനയമാണ്. ഒപ്പം തന്നെ ഈ സിനിമ വളരെ വലിയൊരു സന്ദേശം, അമ്മ മകൻ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം, അച്ഛന് കുടുംബത്തോടുള്ള കടപ്പാട്, കാര്യങ്ങൾ ഒക്കെ പറയുന്നത് വളരെ ആഴത്തിലുള്ളൊരു സന്ദേശം പ്രസാദ് ഈ സിനിമയിലൂടെ പറയുന്നു. അത് തന്നെയാണ് ഇപ്പൊ ആചാഷ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറഞ്ഞതുപോലെ. ആ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കും. ഞാൻ ആദ്യമേ പറയാം, സിനിമ നിങ്ങളും കൂടി ചേർന്ന് വേണം വിജയിപ്പിക്കാൻ. നിങ്ങളുടെ പടം വലിയ രീതിയിൽ ചെറിയ പടങ്ങൾ താരതമ്യേന അറ്റൻഷൻ ആളുകളിലേക്ക് എത്തുന്നത് വളരെ കുറവ്. മീഡിയാസ് ശ്രമിച്ചാൽ പോലും ആളുകളിലേക്ക് എത്തുന്നത് വളരെ കുറവായിരിക്കും. അപ്പോ നിങ്ങളുടെ അധികം താരങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ട്. ഇനി വരാൻ പോകുന്ന പടങ്ങൾ, വലിയ രീതിയിലുള്ള പടങ്ങളിൽ കൂടുതൽ മത്സരിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും? അല്ല, നമ്മളത് അത്ര ടെൻഷനായിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഈ ഒരു സിനിമ ഒരു 10 പേര് കണ്ടാൽ എന്തായാലും ഒരു 10 പേരോട് ഈ സിനിമ കാണാൻ പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസമാണ് ഈ സിനിമയെ നമ്മൾ നയിക്കുന്നത്. പിന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ലക്ഷ്മി പറഞ്ഞ പോലെ ഇതിലെ ബഡ്ജറ്റ് അല്ല താരം, അല്ലേ, ആശയമാണ് താരം എന്ന് പറഞ്ഞത്. ഇങ്ങനൊരു ആശയം എനിക്ക് തോന്നുന്നു, അല്ല ഇങ്ങനൊരു സിനിമ എടുക്കാൻ ഒരുപക്ഷെ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയെ പോലെ ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു ബഡ്ജറ്റിൽ ആ ഒരു സിനിമ ചെയ്യാൻ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് അവസാനം വരെ ഇപ്പൊ ഈ നിമിഷവും ഇരിക്കുന്നത് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ ഒരു ചങ്കൂറ്റത്തിന്റെ പുറത്താണ്. കാരണം ആ സിനിമ, ഇങ്ങനെ ഒരു സിനിമ എനിക്ക് വലിയൊരു പാഠശാലയായിരുന്നു. ഈ ഒരു സിനിമ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് പഠിച്ചിറങ്ങിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം രാവിലെ സാറ് ഉണരുന്നത് കട്ടക്കാപ്പി ഇടാൻ വേണ്ടിയാണ്. രാവിലെ ലൊക്കേഷൻ കൊടുക്കാനുള്ള കട്ടക്കാപ്പി ഇട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറെയാണ് ഞാൻ അവിടെ കണ്ടത്. ഭക്ഷണം കൊടുക്കാനും ആർട്ടിന്റെ സെറ്റപ്പിലാണെങ്കിലും എല്ലാത്തിലും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബഡ്ജറ്റിന്റെ പരിമിതിയാണ്. അപ്പം അങ്ങനെ ഒരാളിനൊപ്പം നിന്നപ്പം നമുക്ക് ഒരുപാട് ഒരു സിനിമ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സാറ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞങ്ങളെയും കൂടി പഠിപ്പിക്കുകയായിരുന്നു. ഞാന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് 2000 രൂപ കൊണ്ടാണ്. 1998 2 വർഷം ഞാൻ അവിടെ ജീവിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഞാന് മജീഷ്യൻ സാമ്രാജ്യനൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജഗദീഷ് ശ്രീകുമാറിന്റെ 75ാമത്തെ പിറന്നാളിന് പോയപ്പം അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ എന്റെ ഈ സിനിമയുടെ വാർത്ത കണ്ടാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. അതായത് ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ ഞാനൊരു ടെലിഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. 40,000 രൂപയുണ്ട് എൻ്റെ കയ്യില്. അത് 20,000 രൂപ 20,000 രൂപ അച്ഛൻ്റെ ഒന്ന്. അങ്ങനെ അപ്പൊ അച്ഛനും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഈ കലാപരമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇങ്ങനെ TV-യിലോ സിനിമയിലോ ഒക്കെ വരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയി ജഗദീഷ് ശ്രീകുമാറിനെ ബുക്ക് ചെയ്തിട്ട് വന്നു. അത് അന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. അത് പറയാൻ ഒരുപാട് കഥയുണ്ട്. നമ്മുടെ ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പോയി ഒന്നും അറിയാതെ ഒരു ടെലിഫിലിം ചെയ്യാൻ വേണ്ടി പോയിട്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു, ദൂരദർശനിൽ പോയി കഥ കൊടുത്ത് അപ്രൂവൽ വാങ്ങിക്കുന്നു, എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ 40,000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊരു 3-4 ലക്ഷം രൂപ ആയിട്ട്
അവസാനം അത് വലിയൊരു അനുഭവമായിരുന്നു. അതേപോലെ ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് അതേ ഒരു അനുഭവമാണ് ഇവിടുന്ന് ലഭിച്ചത്. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതാ. ഇപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ എടുക്കുകയാണെങ്കിൽ പുലിമുരുകൻ ഫെയിം അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ അതിനൊരു ബ്രേക്ക് ആവും ആ ക്യാരക്ടറിന്? ഉറപ്പായിട്ടും ആ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. അത് ആളുകളാണ് കണ്ടിട്ട് പറയണ്ടേ അതിനെപ്പറ്റി ബ്രേക്ക് ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എൻ്റെ പ്രതീക്ഷയിൽ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളത് ഓഡിയൻസ് കണ്ടിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു. അജാസിന്റെ 10ാമത്തെ വയസ്സിലായിരുന്നു പുലിമുരുകൻ. 10 വയസ്സ്. നമ്മൾ ഈ കഥാപാത്രത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു മുഖവും ആ ക്യാരക്ടർ നമ്മളൊരു സാധാരണ ഒരു പയ്യനിൽ നിന്നും അങ്ങനെ ഒരു കൊലയാളിയിലേക്ക് എത്തിക്കാനുള്ള ഒരാള് എന്ന നിലയിൽ നോക്കിയപ്പോൾ എന്റെ മനസ്സിൽ പുലിമുരുകൻ, ആ കുട്ടി പുലിമുരുകന്റെ മുഖവും അവനെന്ന ആ സിനിമയിൽ നമ്മളെ ആകർഷിപ്പിച്ച അവന്റെ പെർഫോമൻസും തന്നെയായിരുന്നു. അപ്പം എന്നാൽ അജാസിനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പം തോന്നിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആ സിനിമ തെളിയിച്ചു. അപ്പൊ അജാസിനെ കൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാമെന്നുള്ളൊരു വിശ്വാസം ആ സിനിമ തന്നെയായിരുന്നു. ഡോക്ടറാണല്ലോ, ഈ ഡോക്ടറിൽ നിന്ന് ഈ സിനിമയിലേക്ക് നായികയായിട്ട് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഡോക്ടർ ഫീൽഡ് ഫുള്ളായിട്ട് വിട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ദിവസമായിട്ട് ലീവ് എടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നിച്ചാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ പഠിച്ചപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു. ഞാൻ ഒരു വർക്കും ചെയ്യുന്നുണ്ടായിരുന്നില്ല സ്റ്റഡീസിൻ്റെ ആ ടൈമിൽ. അതിനുശേഷം ഇപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽഡാണ്. രണ്ടും കൂടെ കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ.